റിച്ചി പതുക്കെ അവളിൽ നിന്ന് അകന്നു മാറി മലർന്നു കിടന്നു. മരിയെ തൻ്റെ നെഞ്ചിലൊതുക്കി. ഇരുവരിലും മൗനം നിറഞ്ഞു. മദ്യത്തിൻ്റെ ലഹരിയില്ലാതെ അന്ന് ആദ്യമായി റിച്ചി ഒരു പെണ്ണിൻ്റെ രുചി അറിഞ്ഞു. അവളുടെ വികാരങ്ങളെ അറിഞ്ഞു. തന്നെ ആദ്യമായി തൊട്ടെറിയുന്ന ആണിൻ്റെ ചൂടിൽ സംരക്ഷണയിൽ മരിയ റിച്ചിയുടെ നെഞ്ചിൽ പറ്റിക്കിടന്നു. റിച്ചി ഉറങ്ങിയെന്ന് മനസ്സിലായി. മരിയ അവനിൽ നിന്നും അകന്ന് ബെഡ്ഷീറ്റ് ചുറ്റി കബോർഡിൽ നിന്നും ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി. മരിയയുടെ ചൂടാകുന്നതും റിച്ചി കണ്ണുകൾ തുറന്നു. തലചരിച്ചു നോക്കി. മരിയ കിടന്നിടം ശൂന്യമാണ്. പെട്ടെന്ന് ബെഡ്ഷീറ്റിൽ പതിഞ്ഞ ചോരത്തുള്ളികൾ റിച്ചിയുടെ കണ്ണുടക്കി. റിച്ചിയുടെ നെറ്റി ചുളിഞ്ഞു. ബാത്റൂമിൽ നിന്നും വീഴുന്ന ശബ്ദം കേട്ട് റിച്ചി അങ്ങോട്ടേക്ക് നോക്കി. മരിയാണെന്ന് മനസ്സിലായതും റിച്ചി കണ്ണുകൾ അടച്ചു. മരിയ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന് റിച്ചിയെ ഒന്ന് നോക്കി. ഭിത്തിയോട് ചേർന്ന് ചരിഞ്ഞു കിടക്കുവാണ്. ബെഡ്ഷീറ്റിലെ രക്തത്തുള്ളികൾ കണ്ട് മരിയയിൽ നാണത്താൽ കുതിർന്ന പുഞ്ചിരി വിരിഞ്ഞു. റിച്ചി ഉണർത്താതെ മരിയ പതുക്കെ ആ ബെഡ്ഷീറ്റ് മാറ്റൊന്ന് വിരിച്ചു. രാത്രിയിലേക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് പോയി. പ്രണയത്താൽ സർവ്വവും റിച്ചിയിൽ സമർപ്പിച്ചപ്പോൾ ആ പെണ്ണ് അറിഞ്ഞില്ല നാളെ ഒരിക്കൽ തൻ്റെ പ്രണയത്തെ തന്നെ റിച്ചി പുച്ഛിച്ചു തള്ളുമെന്ന്. റിച്ചിക്ക് എന്തോ അസ്വസ്ഥത തോന്നി. കണ്ണുകൾ തുറന്നു. തലചരിച്ച് ബെഡിൻ്റെ മറുവശത്തേക്ക് നോക്കി. അവിടെ ശൂന്യമാണെന്ന് കണ്ട് റിച്ചി ബാത്റൂമിൽ നോക്കി. പ്രതീക്ഷിച്ച ആളെ കാണാതെ റിച്ചി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. കിച്ചണിൽ ശബ്ദം കേട്ട് റിച്ചി അങ്ങോട്ടേക്ക് ചെന്നു. പുറംതിരിഞ്ഞ് ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുകയാണ് മറിയ. റിച്ചി പതിയെ പുറകിൽ നിന്നും അവളെ പുണർന്നു. റിച്ചിയുടെ സാമീപ്യം അറിഞ്ഞ് മരിയയുടെ ഉടലൊന്ന് വിറച്ചു. റിച്ചി അങ്ങനെ തന്നെ നിന്ന് മരിയയുടെ തോളിൽ താടി ഊന്നി നിന്നു. മരിയയെ ഒന്നുകൂടി ഇറുകെ പുണർന്നു. ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി മരിയയ്ക്ക്. ഇച്ചായ. മരിയ പതർച്ചയോടെ റിച്ചിയെ വിളിച്ചു. ഇച്ചായ വിട്, ആരെങ്കിലും കാണും. അപ്പോൾ ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ കൊച്ചേ? റിച്ചി ഒരു കുസൃതി ചിരിയോട് ചോദിച്ചു. റിച്ചിയുടെ ചോദ്യത്തിലെ കുസൃതി മനസ്സിലായതും മരിയയിൽ നാണത്താൽ ഒരു ചിരി വിരിഞ്ഞു. മരിയ കൊച്ചേ, എന്തിനാ കൊച്ചേ നീ എൻ്റെ അടുത്തു നിന്ന് എഴുന്നേറ്റ് പോയത്? നിന്റെ ചൂടാകുന്നപ്പോൾ എൻ്റെ ഉറക്കവും പോയി. ഇച്ചായ ഞാനത് മരിയ പറഞ്ഞു തീരുന്നതിന് മുമ്പേ റിച്ചി വിയർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന മരിയയുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. ഇച്ചായ വേണ്ട, മരിയ വിറയിലോട് റിച്ചിയോട് പറഞ്ഞു. റിച്ചി ഒരു ചിരിയോട് മരിയയുടെ കഴുത്തിൽ നിന്നും ചുണ്ടുകൾ പിൻവലിച്ചു. നല്ല ചന്ദനത്തിൻ്റെ മണമാണ് മരിയ കൊച്ചി നിനക്ക്, റിച്ചി മരിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. റിച്ചിയുടെ ആ ഒരു വാക്കിൽ മരിയ തൻ്റെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു. വെളുപ്പിന് ഉണർന്ന് കുളത്തിൽ മുങ്ങിക്കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പുറത്ത് തുളസിത്തറയിൽ വെള്ളമൊഴിച്ച് വിളക്ക് വെച്ച് തുടങ്ങുന്ന തൻ്റെ ഒരു ദിവസം. നെറ്റിയിൽ എന്നും കാണും മായാതെ ഒരു ചന്ദനക്കുറി. വീടും സ്കൂളും കഴിഞ്ഞാൽ ആകെയുള്ള തൻ്റെ ലോകം വീടിനടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രം. ആ ഓർമ്മയിൽ മരിയയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ബെന്നിയുടെ വിളിയിൽ നിന്നാണ് മരിയവ് തൻ്റെ ഭൂതകാലത്തിൽ നിന്ന് മടങ്ങിയെത്തിയത്. എന്താ ബെന്നിച്ചായ, കാര്യമായ ആലോചനയിലാണല്ലോ, എന്താ പരിപാടി? അത് പിന്നെ ഒന്നുമില്ല ബെന്നിച്ചായ. അല്ല ബെന്നിച്ചായൻ എന്തിനെന്നെ വിളിച്ചത്? നല്ല വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും ആയോമെന്നറിയാൻ. ഒരു 5 മിനിറ്റ് ഇപ്പോൾ എടുക്കാം. എൻ്റെ സഹായം എന്തെങ്കിലും വേണോ വേണ്ട ബെന്നിച്ചായ. ബെന്നി പുറത്തേക്ക് പോയതും മരിയ പെട്ടെന്ന് തന്നെ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കി. എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. റിച്ചിയുടെ തൊട്ടടുത്താണ് മരിയ ഇരുന്നത്. കഴിക്കുന്നതിനിടയിൽ പലപ്പോഴും റിച്ചിയുടെ കണ്ണുകൾ മരിയയെ തേടിയെത്തി. അതറിഞ്ഞിട്ടും മരിയ റിച്ചിയെ നോക്കിയില്ല. മരിയയുടെ പിടയ്ക്കുന്ന മിഴികളിലേക്ക് റിച്ചിയൊന്ന് നോക്കി. റിച്ചിയുടെ നോട്ടം നേരിടാനാവാതെ മരിയ വേഗം തന്നെ കഴിച്ചെഴുന്നേറ്റു. റിച്ചിയും ഒരു ചിരിയോടെ കഴിച്ചെഴുന്നേറ്റ് മുകളിലെ റൂമിലേക്ക് പോയി. മരിയ തൻ്റെ അടുക്കളയിലെ ജോലിയെല്ലാം തീർത്ത് റൂമിലേക്ക് പോയി. ഇന്ന് ആദ്യമായി റിച്ചിക്കൊപ്പം ഒരു റൂമിൽ കഴിയുന്നതോർത്ത് മരിയയുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു തുടങ്ങി. റൂമിന് മുന്നിൽ എത്തിയപ്പോൾ തന്നെ അവളെ വലിച്ച് റൂമിലേക്ക് കയറ്റിയത് മരിയ അറിഞ്ഞു. റിച്ചിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് മരിയയിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. റിച്ചി മരിയെ റൂമിലേക്ക് കയറ്റി ഡോർ ലോക്ക് ചെയ്തു. റിച്ചി പതിയെ മരിയെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തി. മരിയയ്ക്ക് ഇരുവശവും കൈകൾ കുത്തിനിന്ന് മരിയയുടെ കണ്ണുകളിലേക്ക് നോക്കി. മരിയ കൊച്ചെ, പ്രണയത്തോടെ മരിയയുടെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു. നിന്നിൽ നിന്ന് മടർന്നു വീഴുന്ന ഓരോ വേർപ്പ് തുള്ളി പോലും എന്നിൽ ലഹരി നിറയ്ക്കുന്നതാണ് മരിയ. ഇച്ചായ. റിച്ചി മരിയയുടെ ചുണ്ടുകളിൽ വിരൽ വെച്ച് തടഞ്ഞു. പ്ലീസ് മരിയ, എന്നെ തടയരുത്. മരിയ റിച്ചി ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പതിയെ മരിയയിൽ നിന്ന് മടർന്നു മാറി റിച്ചി ബെഡിൽ എഴുന്നേറ്റിരുന്നു. മരിയ എഴുന്നേൽപ്പിച്ച് തന്നെ മടിയിലിരുത്തി. ഒരു കൈ കൊണ്ട് മരിയയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. മരിയയുടെ കണ്ണുകളും റിച്ചിയിൽ തന്നെ ആയിരുന്നു. ഇസ്മി മരിയ. റിച്ചി മരിയെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. റിച്ചിയുടെ വാക്കുകൾ കേട്ട് മരിയ ഒന്ന് ഞെട്ടി. എന്താ ഇച്ചായ? കിസ്മി മരിയ, എനിക്കറിയണം നിന്റെ സ്നേഹം. എനിക്കായി മാത്രം പിടയ്ക്കുന്ന നിന്റെ ഈ കണ്ണുകൾ, അതിലെ പ്രണയം എല്ലാം എനിക്കറിയണം. അന്ന് ആദ്യമായി ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ പ്രണയം അറിയാൻ റിച്ചി ആഗ്രഹിച്ചു. ഒരു പെണ്ണിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ അവൻ്റെ ഉള്ളം തുടികൂട്ടി. ഇച്ചായ, റിച്ചി പെട്ടെന്ന് തന്നെ മരിയയുടെ ചുണ്ടുകൾ സ്വന്തമാക്കി. ആ രാത്രി പുലരുവോളം നാഗങ്ങളെപ്പോലെ അവർ ഇണചേർന്നു. പരസ്പരം ചുംബിച്ചും തലോടെയും ഇറുകെ പുണർന്നു. പുലർച്ചെ എപ്പോഴും രണ്ടുപേരും ഉറങ്ങിയിരുന്നു. തലയ്ക്ക് വല്ലാത്ത കനം തോന്നിയാണ് മരിയ കണ്ണുകൾ തുറന്നത്. ഒരു കൈകൊണ്ട് തലയിൽ താങ്ങി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരത്തിലെ ഭാരം കൊണ്ട് അവൾ സൈഡിലേക്ക് തന്നെ വീണു. കണ്ണുകൾ ഉയർത്തി മരിയ തൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി.
തൻ്റെ നഗ്നമായ ശരീരത്തിൽ തലവെച്ച് ഒരു കൈകൊണ്ട് തന്നെ ചുറ്റിപ്പടിച്ച് കിടന്നുറങ്ങുന്ന റിച്ചിയെ മരിയ കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മരിയ ക്ലോക്കിലേക്ക് നോക്കി. 7:45. മരിയ പതുക്കെ റിച്ചിയെ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റി ബെഡിലേക്ക് കിടത്തി. ഒരു പൊതുപ്പെടുത്ത് പുതച്ച് താഴെ ചിതറിക്കിടന്ന ഡ്രസ്സുകളും വാരിയെടുത്ത് ബാത്റൂമിലേക്ക് ഓടി. ദേഹത്തു കൂടി വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ ശരീരത്തിൽ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു. റിച്ചിയുടെ സ്നേഹസമ്മാനം തൻ്റെ ശരീരത്തിൽ ചുവന്ന് തണുത്ത് കിടക്കുന്നത് കണ്ട് മരിയയിൽ ഒരു ചിരി വിരിഞ്ഞു. മരിയ കുളിച്ചിറങ്ങി കണ്ണാടിക്ക് മുമ്പിൽ വന്നു നിന്നു. പതിയെ തൻ്റെ കഴുത്തിൽ കാണുന്ന ചുവന്ന പാടിൽ ഒന്നുകൂടി വിരലോടിച്ചു. ചെറു ചിരിയോട് ബെഡിൽ കിടന്ന റിച്ചി ഒന്ന് തിരിഞ്ഞു നോക്കി. ബെന്നിച്ചായൻ പറയുന്നത് പോലെ നിങ്ങളൊരു ചെകുത്താനാണ്. കടിച്ചു പറിക്കാൻ ഒരു സ്ഥലം പോലും ഇനി നിന്റെ ശരീരത്തിൽ ബാക്കിയില്ല. മരിയ പിറുപുറത്തുകൊണ്ട് റിച്ചിക്ക് അരികിലേക്ക് ചെന്നു. മലർന്നു കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന റിച്ചിയെ നോക്കി മരിയ ബെഡിൽ റിച്ചിക്ക് അരികിലിരുന്നു. കാറ്റിൽ പാറി പറക്കുന്ന റിച്ചിയുടെ മുടിയിടകളിൽ കൂടി മരിയ പതിയെ തഴുകി. റിച്ചിയുടെ നെറ്റിയിൽ പതിയെ മുത്തിക്കൊണ്ടിരുന്നേറ്റതും മരിയയുടെ കയ്യിൽ പിടിവീണു. മരിയ റിച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. കണ്ണുകൾ അടച്ചു കിടക്കുവാണ്. അതെന്ത് പോക്കാ മരിയ കൊച്ചെ. ഇച്ചായ വീട്, ഞാൻ പോട്ടെ, സമയം ഒരുപാടായി. റിച്ചി മരിയയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇരുത്തി. ഞാൻ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയതല്ലേ, നീയല്ലേ കൊച്ചെ എന്നെ പ്രലോഭിച്ചുണർത്തിയേ. ഇച്ചായ, മരിയ കൊഞ്ചലോട് റിച്ചിയെ വിളിച്ചു. ഇങ്ങനെ കൊഞ്ചണ്ട കൊച്ചെ, ഇച്ചായന് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ദാ ഇവിടെ ഇപ്പൊ നെറ്റിയിൽ തന്നതുപോലെ ഒന്നുകൂടി താ. റിച്ചി തൻ്റെ ഇടത് കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, ദയനീയമായി റിച്ചിയെ വിളിച്ചു. ദേ കൊച്ചെ, ഇപ്പോൾ തന്നാൽ ഒരു ഉമ്മയിൽ തീരും, അതല്ലെങ്കിൽ എൻ്റെ ക്ഷീണം ഞാനങ്ങ് മറക്കും. റിച്ചി തൻ്റെ മീശ ചെറുതായി ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. റിച്ചി പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്നറിയാവുന്നത് കൊണ്ട് മരിയ പെട്ടെന്ന് തന്നെ റിച്ചിയുടെ ഇടതുകവളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ദാ ഇവിടെയും. വലതുകവളിൽ തൊട്ടുകൊണ്ട് റിച്ചി പറഞ്ഞു. മരിയ റിച്ചിയുടെ വലതുകവളിലും ചുണ്ടുകൾ ചേർത്തു. ദാ ഇവിടെ കൂടി. റിച്ചി തന്നെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞതും മരിയ റിച്ചി ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇവിടെ കൂടി മതി, ഇനി ചോദിക്കില്ല. റിച്ചി അത് പറഞ്ഞതും മരിയ റിച്ചിയുടെ ചുണ്ടുകളെ ചുണ്ടു ചേർത്തുകൊണ്ട് നിവർന്നിരുന്നു. റിച്ചി പതിയെ എഴുന്നേറ്റിരുന്നു. എൻ്റെ കൊച്ചിന് ഇനി ഇച്ചായൻ്റെ വക വേണ്ടേ? റിച്ചി അതും പറഞ്ഞ് മരിയയുടെ ചുണ്ടിൽ തലോടി. അയ്യടാ മാറങ്ങോട്ട്. മരിയ റിച്ചി ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പുറത്തേക്കോടി. നാളെ ഒരിക്കൽ താൻ അവളുടെ സ്നേഹത്തെ തള്ളിപ്പറയും, പ്രണയത്തെ പരിഹസിക്കും എന്നറിയാതെ റിച്ചി ഉറക്കത്തിലേക്ക് വീണു. കഴിഞ്ഞുപോയ നിമിഷങ്ങളോർത്ത് ഒരു പുഞ്ചിരിയോടെ അടുക്കള ജോലിയിൽ മുഴുകിയവൾ അറിഞ്ഞില്ല തൻ്റെ പ്രണയമായവൻ, പ്രാണനായവൻ ഒരു ദയയും കൂടാതെ നാളെ തന്നെ ആ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടുമെന്ന്. പിന്നീടുള്ള ദിവസങ്ങളിൽ റിച്ചിയുടെ മാറ്റം അത്ഭുതത്തോടെയാണ് ബെന്നിയും മത്തായിച്ചനും നോക്കിക്കണ്ടത്. റിച്ചി ഇപ്പോൾ പൂർണ്ണമായും ലഹരി ഉപേക്ഷിച്ചിരിക്കുന്നു. കൂടുതൽ സമയവും റിച്ചി ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്, അത് മരിയയുടെ കൂടെ തന്നെ. റിച്ചിയുടെ പ്രണയസാഗരത്തിൽ മുങ്ങിത്താഴ്ന്നാണ് ഓരോ പുലരിയും മരിയ ഉണർന്നിരുന്നത്. മരിയ റിച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 3 മാസമാകുന്നു. രാത്രി കിച്ചണിലെ ജോലിയെല്ലാം തീർത്ത് റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ബെന്നി ഹാളിലും റൂമിലുമായി ഓടി നടക്കുവാണ്. മരിയ ബെന്നിക്കടുത്തേക്ക് ചെന്നു. എന്താ ബെന്നിച്ചായ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. ബെന്നിച്ചായൻ എവിടെ പോകുന്നു? ഞാൻ കൊച്ചിയിലേക്ക് പോകുക. അവിടെ എന്താ? എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കുമൊക്കെ അവിടെയാണ്. കുറേ നാളെ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അപ്പച്ചനും അമ്മച്ചിയും ഒന്നും ഇങ്ങോട്ട് വരില്ലേ? ഇല്ല മോളെ, റിച്ചിയുടെ ഒപ്പം കൂടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് അധികം പോയിട്ടില്ല. അവനിവിടെ തനിച്ചാക്കാൻ ഒരു മടി. എന്നിട്ടിപ്പോൾ പോകുന്നതോ? നീ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാ. റിച്ചി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നിന്റെ സാമീപ്യമുള്ളിടത്തോളം കാലം എൻ്റെ റിച്ചി തനിച്ചാകില്ല. അവനെ ഒറ്റക്കാക്കിയിട്ട് പോകല്ലേ? ഇല്ല ബെന്നിച്ചായ. അല്ല, പോയിട്ട് ഇനി എന്നാ തിരിച്ചു വരുന്നേ? ഒരാഴ്ച കഴിഞ്ഞ്. പാക്ക് ചെയ്യാൻ എൻ്റെ എന്തെങ്കിലും സഹായം വേണോ? അയ്യോ വേണ്ടായേ, മോള് പോകാൻ നോക്ക്. ആ ചെകുത്താൻ അവിടെ കാത്തിരുന്ന ഒരു പരുവമായി കാണും. അവസാനം ഒരു ആക്കിച്ചിരിയോടെ ബെന്നി അത് പറഞ്ഞത് മരിയ ഒരു ചിരി പാസാക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി. റൂമിൽ റിച്ചിയെ കാണാൻ മരിയെ ചുറ്റും നോക്കി. ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. ലെയറിങ്ങിൽ പിടിച്ച് ദൂരേക്ക് കണ്ണുനട്ട് നിപ്പാണ്. സിഗരറ്റ് വലിക്കുന്നുണ്ട്. റിച്ചി സിഗരറ്റ് എപ്പോഴും ഉപയോഗിക്കാറില്ല, എങ്കിലും ടെൻഷൻ വരുമ്പോൾ 2-3 അടുപ്പിച്ച് വലിച്ചു തീർക്കും. മരിയെ ചുമയ്ക്കുന്ന സൗണ്ട് കേട്ട് റിച്ചി തിരിഞ്ഞു നോക്കി. റിച്ചി പെട്ടെന്ന് തന്നെ കയ്യിലെ സിഗരറ്റ് കളഞ്ഞു. മരിയെ തിരിച്ച് റൂമിലേക്ക് കയറാനൊരുങ്ങിയതും റിച്ചി മരിയയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തനിക്കരികിലേക്ക് നിർത്തി. എന്താണ് മരിയെ കൊച്ചെ ഒന്നും മിണ്ടാതെ പോകുന്നേ? എനിക്കിതിൻ്റെ മണം ഇഷ്ടമില്ല ഇച്ചായ. എന്തോ ഒരു ടെൻഷൻ, മനസ്സ് വല്ലാതെ അസ്വസ്ഥയായപ്പോൾ വലിച്ചതാ. എന്തുപറ്റി ഇച്ചായ? ഇപ്പോൾ ബെന്നിച്ചായം പോകുന്നത് കൊണ്ടാണോ? അറിയില്ല, എന്തോ ഒരു ടെൻഷൻ. വാ റൂമിലേക്ക് പോകാം. ഇനി ഇവിടെ നിൽക്കണ്ട, തണുപ്പടിക്കും. റിച്ചി മരിയയും കൂട്ടി റൂമിലേക്ക് പോയി. റിച്ചി മരിയയുടെ മടിയിൽ തലവെച്ച് സൈഡിൽ കിടക്കുവാണ്. മരിയ പതിയെ റിച്ചിയുടെ മുടികളിൽ കൂടി വിരലോടിക്കുന്നുണ്ട്. റിച്ചിക്ക് തൻ്റെ മനസ്സിലെ ഭയം കൂടിക്കൊണ്ടിരുന്നു. റിച്ചി മരിയയുടെ കൈപിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വെച്ചു. എന്ത് പറ്റി ചായ? ഐ നീഡ് എ കിസ് മരിയ. റിച്ചി അതും പറഞ്ഞുകൊണ്ട് മരിയയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. മരിയ റിച്ചിയുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലാക്കി റിച്ചിയുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി. അത്രമേൽ പ്രണയത്തോടെ സ്നേഹത്തോടെ മരിയ നൽകിയ ചുംബനത്തിൽ റിച്ചി അടിമപ്പെട്ടിരുന്നു. മരിയയുടെ ചുംബനത്തിൻ്റെ ലഹരിയിൽ തൻ്റെ ഉള്ളിലെ ഭയം വിട്ടുവന്നത് റിച്ചി അറിഞ്ഞു. മരിയ പതുക്കെ റിച്ചിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. റിച്ചി മരിയെ ഇടുപ്പിലൂടെ കൈചുറ്റി പിടിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. മരിയയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചിരുന്നു. കുറച്ചു സമയം ഇരുവർക്കുമിടയിൽ മൗനം നിറഞ്ഞു നിന്നു. താങ്ക്സ് മരിയ. ഇച്ചായ,
നിന്റെ ഒരു ചുംബനത്തിൽ എൻ്റെ ഉള്ളിലെ ഭയം പോലും അലിഞ്ഞു ഇല്ലാതായിപ്പോയി കൊച്ചേ. എങ്ങനെ കഴിയുന്നു കൊച്ചെ നിനക്കിതിന്? ലഹരിയാണ് മരിയ നീ എനിക്ക്. എന്നിൽ ഒരിക്കലും കെട്ടടങ്ങാത്ത ലഹരി. റിച്ചി പതിയെ മരിയയുമായി ബെഡിലേക്ക് കിടന്നു. മരിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങിയപ്പോൾ റിച്ചി അറിഞ്ഞില്ല അത്രമേൽ സന്തോഷത്തോടെ താൻ ആസ്വദിക്കുന്ന ഈ നിമിഷവും മരിയ തനിക്കായി പകർന്നു നൽകിയ പ്രണയ ചുംബനവും നാളെ ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുമെന്ന്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. റിച്ചി ബെന്നിയുമായി എയർപോർട്ടിലേക്ക് പോയി. റിച്ചി ബെന്നിയെ എയർപോർട്ടിലാക്കി അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഒരു കോൾ വന്നു. ഡിസ്പ്ലേയിലെ പേര് കണ്ട് റിച്ചിയുടെ മുഖം ചുളിഞ്ഞു. കോൾ അറ്റൻഡ് ചെയ്തു. മറുഭാഗത്തു നിന്ന് കേട്ട കാര്യത്തിൽ റിച്ചിക്ക് തൻ്റെ സമനില തെറ്റുന്നതായി തോന്നി. സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചുകൊണ്ട് റിച്ചി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. അവിടെ നിന്നും ഇറങ്ങി റിച്ചി നേരെ ബാറിലേക്ക് പോയി. 3 മാസങ്ങൾക്ക് ശേഷം റിച്ചി വീണ്ടും മദ്യത്തിൻ്റെ ലഹരിയെ കൂട്ടുപിടിച്ചു. കുടിച്ച് ഫിറ്റാകും തോറും റിച്ചിയുടെ മനസ്സിൽ മരിയയുടെ മുഖം കൂടുതൽ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരുന്നു. ദേഷ്യത്തോട് റിച്ചി തൻ്റെ കയ്യിലെ തീക്കുപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് എന്താണ് പറ്റിയത്? മരിയ, അവൾ എനിക്ക് ആരാണ്? പ്രണയമാണോ? ഞോ, ഒരിക്കലുമില്ല. അവളെപ്പോലെ ഒരു പെണ്ണിനോട് പ്രണയം തോന്നാനോ? അവളൊരു വേയല്ലേ? റിച്ചി തൻ്റെ മുടിയിൽ കുരുത്ത് വലിച്ചുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചപ്പോൾ മുതൽ മരിയയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി തുടങ്ങി. 3-4 പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു. മരിയ അവശയായതും മത്തായിച്ച റിച്ചിയെ വിളിക്കാൻ തുടങ്ങി. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റിച്ചി ഫോൺ എടുത്തു. റിച്ചി മോനെ, എന്താ മത്തായിച്ച, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കുഞ്ഞെ ഹലോ ഹലോ ഹലോ. കോൾ കട്ടായതും മത്താച്ചൻ വീണ്ടും റിച്ചിയെ വിളിച്ചു. സ്വിച്ച് ഓഫ്. മത്താച്ചൻ മരിയയും കൊണ്ട് അടുത്തൊരു ക്ലിനിക്കിൽ പോയി. BP കുറഞ്ഞതാണെന്ന് പറഞ്ഞു മരിയയ്ക്ക് ട്രിപ്പ് ഇട്ടു. ട്രിപ്പ് തീർന്ന് മത്താച്ചൻ മരിയയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. രാത്രി ഒരുപാട് വൈകിട്ടും റിച്ചി മടങ്ങിയെത്തിയില്ല. മത്തായിച്ചൻ റിച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായിച്ച, എന്താ കിട്ടിയോ? ഇല്ല മോളെ, ഇപ്പോഴും സ്വിച്ച് ഓഫാണ്. എനിക്കെന്തോ പേടിയാവുന്നു ഇച്ചായൻ. അങ്ങനെയൊന്നും പേടിക്കാനൊന്നുമില്ല മോളെ. ബെന്നി പോയതല്ലേ, അതിൻ്റെ വിഷമം കാണും. വർഷങ്ങളായി രണ്ടുപേരും ഒരുമിച്ച് ഒരാഴ്ചത്തേക്കാണെങ്കിലും മാറി നിന്നപ്പോൾ സങ്കടം കാണും. മോള് വാ, മരുന്നുള്ളതല്ലേ, എന്തെങ്കിലും കഴിക്കാം. മത്തായിച്ച മരിയെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചു. 12 മണിയായിട്ടും റിച്ചിയെ കണ്ടില്ല. കണ്ണുകൾ അടഞ്ഞു പോകാൻ തുടങ്ങിയതും മരിയ റൂമിലേക്ക് പോയി. മരുന്നിൻ്റെ എഫക്റ്റിലും ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണത്തിലും മരിയ പെട്ടെന്ന് ഉറങ്ങി. രാവിലെ തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയാണ് മരിയ എഴുന്നേൽക്കുന്നത്. റിച്ചി വന്നിട്ടില്ലെന്ന് മരിയയ്ക്ക് മനസ്സിലായി. വയറ്റിൽ നിന്നും എന്തോ ഉരുണ്ടു കയറുന്നത് പോലെ തോന്നി. വായും പൊത്തിക്കൊണ്ടും മരിയ ബാത്റൂമിലേക്ക് ഓടി. ഛർദ്ദിച്ച അവശയായി കുറച്ച് സമയം കൂടി മരിയ കിടന്നുറങ്ങി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നു. മരിയ ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ കണ്ടു ഷർട്ട്ലെസ്സായി പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇച്ചായ. റിച്ചിയെ കണ്ട സന്തോഷത്തിൽ മരിയ പെട്ടെന്ന് ചെന്ന് പുറംതിരിഞ്ഞു നിന്ന റിച്ചിയെ ഇറുകെ പുണർന്നു. റിച്ചി മരിയയെ വലിച്ച് തനിക്ക് മുമ്പിലേക്ക് നിർത്തി. എവിടെയായിരുന്നു ഇച്ചായ ഇത്രയും നേരം? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നോ? മത്തായിച്ചൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാഞ്ഞേ? റിച്ചി മറുപടിയൊന്നും പറയാതെ മരിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ പോട്ടെ, ഇച്ചായന് സന്തോഷമുള്ളൊരു കാര്യം. ഡു യു ലവ് മീ മരിയ? റിച്ചിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് മരിയ അവനെ സംശയത്തോടെ നോക്കി. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ മരിയ? റിച്ചിയുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ മരിയ ഒന്ന് ഞെട്ടി. റിച്ചിയുടെ ചോദ്യത്തിന് മരിയ യാന്ത്രികമായി തലയാട്ടി. റിച്ചി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മരിയ ഒരു പേടിയോടെ അവനെ നോക്കി. നിന്നെപ്പോലെ ഒരു പെണ്ണിന് പ്രണയമോ? നിന്നെപ്പോലൊരു റിച്ചി പ്രണയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? റിച്ചിയുടെ ഓരോ വാക്കും തൻ്റെ ഹൃദയത്തിൽ 1000 മുള്ളുകൾ ഒന്നിച്ചു തറയ്ക്കുന്ന വേദന തോന്നി മരിയയ്ക്ക്. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും മരിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ ഒരിക്കലും നിന്നെ പ്രണയിച്ചിട്ടില്ല മരിയ, ഇനി പ്രണയിക്കുകയുമില്ല. നീ എന്ന പെണ്ണ് റിച്ചിക്ക് എന്നും ഒരു ലഹരിയാണ്. ഈ നിമിഷം പോലും നിന്നും വമിക്കുന്ന ചന്ദനത്തിൻ്റെ മണം അതെന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നു മരിയ. റിച്ചിയുടെ വാക്കുകളൊന്നും മരിയ കേൾക്കുന്നില്ലായിരുന്നു. ജീവനുള്ള ഒരു പ്രതിമ കണക്കെ അവൾ നിന്നു. അപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു. റിച്ചി പതിയെ മരിയയിലേക്ക് അലിഞ്ഞു തുടങ്ങി. ഇപ്രാവശ്യവും മരിയയുടെ കൈകൾ റിച്ചിയെ പുണർന്നില്ല, ചുംബനങ്ങൾ നൽകിയില്ല. മരവിച്ച മനസ്സോടെ റിച്ചിയിലെ പുരുഷനെ ഒരിക്കൽ കൂടി ഏറ്റുവാങ്ങുമ്പോൾ കൈകൾ കൊണ്ട് മരിയ തൻ്റെ വയറിൽ ഒരു സംരക്ഷണ കവചം തീർത്തിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.